ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഗണിതമാണ്. പുതിയ പാഠപുസ്തകമാണ്, 2025 മാറിയ പാഠപുസ്തകം. 8ാം ക്ലാസ്സിലെ ഗണിതം പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ ആദ്യ ചാപ്റ്ററായ വർഗ്ഗങ്ങൾ. വർഗ്ഗങ്ങൾ എന്ന ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വരുന്ന എക്സസൈസസ്, പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഗണിതത്തിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം വർഗ്ഗങ്ങൾ. അപ്പോൾ വർഗ്ഗങ്ങൾ തന്നെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്, നമുക്ക് ആദ്യം വായിച്ചു പോകാം, അതിൻ്റെ ഇടയിൽ വരുന്നത് നമുക്ക് ചെയ്തും പോകാം കേട്ടോ. നോക്കൂ, 1, 4, 9, 16 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പൂർണ്ണവർഗ്ഗങ്ങളാണ്. എന്താണ് ഈ സംഖ്യകളുടെ സവിശേഷത? സവിശേഷത ഇത്രയേ ഉള്ളൂ. 1ൻ്റെ സ്ക്വയറാണ് ആദ്യത്തെ നമ്പർ 1, അടുത്ത 2, 2ൻ്റെ സ്ക്വയറാണ് അടുത്ത നമ്പർ 4. ഇപ്പോൾ ഈ സ്ക്വയറാണ് അല്ലെങ്കിൽ വർഗ്ഗമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നൊരു സംശയം വരും. 1 × 1 അതാണ് ഈ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിന് നമ്മൾ 1 എന്ന് പറയും. അടുത്ത 2 സ്ക്വയർ പറഞ്ഞാൽ 2 × 2 അതാണ് 4. ഓക്കെ, അടുത്തത് 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയറാണ്. 3/2 എന്ന് എഴുതിയാൽ എന്താ അതിനർത്ഥം? 3നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അത് 9. അടുത്ത 16 4ൻ്റെ സ്ക്വയറാണ്. 4 × 4 16. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. 10 വരെയുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. 10 അല്ല, 20 വരെയുള്ളതിൻ്റെ സ്ക്വയർ നിങ്ങൾ പഠിക്കണം. 20ൻ്റെ സ്ക്വയർ 400 ആണ്. 20 × 20 അത് വരെയുള്ളതിൻ്റെ സ്ക്വയർ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവയെ 1ൻ്റെ വർഗ്ഗം, 2ൻ്റെ വർഗ്ഗം, 3ൻ്റെ വർഗ്ഗം എന്നിങ്ങനെയാണ് പറയുന്നതെങ്കിലും ഒരു ഭിന്നസംഖ്യ അതുകൊണ്ട് തന്നെ ഗുണിച്ച് കിട്ടുന്നതിനെയും വർഗ്ഗം എന്ന് തന്നെയാണ് പറയുന്നത്. ഉദാഹരണമായി ഇപ്പോൾ ഒരു ഭിന്നസംഖ്യ 1/2, ഇതിന് ആൻസർ 1/4 വരും ഗുണിക്കുമ്പോൾ, അതിനെയും വർഗ്ഗം എന്ന് തന്നെയാണ് പറയുക കേട്ടോ. 1/2ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 1/2 ഈ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ ഇടുക. 1/2 × 1/2 ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് എന്ത് വരും? 1/4 വരും. അതും അതിൻ്റെ വർഗ്ഗം തന്നെയാണ്. ഇനി 1, 2, 3 എന്നീ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളായ 1, 4, 9 എന്നീ സംഖ്യകളെ പൂർണ്ണവർഗ്ഗങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പൂർണ്ണവർഗ്ഗങ്ങൾ കേട്ടോ. 1 മുതൽ 10 വരെ എഴുതിയിട്ട് അതിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം കണ്ടുപിടിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. 10ൻ്റെ സ്ക്വയർ 100 കണ്ടോ. 10/10ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് 10 × 10 100 ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള മെത്തേഡ് അവർ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 12ൻ്റെ വർഗ്ഗമാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. 12ൻ്റെ വർഗ്ഗം പറയുമ്പോൾ 10 + 2 ആണ് 12 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 10ഉം 2ഉം നമ്മളിത് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു 10 2, ഇവിടെ ഒരു 10 2. 10ഉം 10ഉം ഗുണിക്കുക, അപ്പോൾ 100 കിട്ടും. 10ഉം ഈ 2ഉം ഗുണിക്കുക, അപ്പോൾ 20 കിട്ടും. ഓക്കെ, പിന്നെ 10ഉം 2ഉം ഗുണിക്കുക, അപ്പോൾ 20 കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? ഈ 2ഉം 2ഉം ഗുണിക്കുക, അപ്പോൾ 4 കിട്ടും. അപ്പോൾ എന്നിട്ട് 100ഉം 2ഉം 120 പ്ലസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അതിന് ശേഷം 100 + 20 120, 20 + 4 24. ഇത് കൂട്ടുമ്പോൾ 144 കിട്ടും. ഈ മെത്തേഡ് അല്ലാതെങ്കിൽ നിങ്ങൾ 20 വരെ നിങ്ങൾക്ക് ഒരു നമ്പറിന് അതേ നമ്പർ വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ വർഗ്ഗം കിട്ടും. നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ഇത് ഇതാക്കണ്ട. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡൊക്കെ. അതായത് നമുക്ക് ഗുണിക്കാൻ തീരെ നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പോൾ 11ൻ്റെ സ്ക്വയറിനെ 11നെ 10 + 1 എന്നാക്കിയിട്ട് എന്തുമാക്കുക? സ്പ്ലിറ്റ് ആക്കുക. എന്നിട്ട് നമ്മളൊരു ഫോർമുല അപ്ലൈ ചെയ്യുക. A + B, 10 + 1 എന്നുള്ളതിനെ A + B ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് A² + 2AB + B² എന്നൊരു ഫോർമുലയാണിത്. ഇതിലിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു നമ്പർ എടുത്ത് കാണിച്ചു തരാണ്. 12നെ എടുക്കുന്നു ഞാൻ. 12ൻ്റെ സ്ക്വയറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 12നെ നമ്മൾ 10 + 2 ആയി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 10നെ A ആയിട്ടും 2നെ B ആയിട്ടും കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഈ ഫോർമുലയിൽ ഇടുക. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 10 ഇൻറ്റു ബി എന്താ 2, ഓക്കെ, പ്ലസ് 4. അപ്പോൾ എന്ത് വരും? 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. 10 ഇൻറ്റു 10 100 പ്ലസ് ഈ 2 ഇൻറ്റു 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്ത് വരും? 40 ആണ് വരിക. പിന്നെ പുറത്തുള്ള ഈ 4. അപ്പോൾ എന്താ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 144 വരുന്നത് കണ്ടോ? ഇതാണ് മെത്തേഡ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. 14ഉം 15ഉം 20ഉം ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഫോർമുല ഇതാണ്, a പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഈ ഫോർമുലയിലാണ് എല്ലാം ചെയ്യാറ്. എ സ്ക്വയർ പ്ലസ് 2ab, 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്നാണ് ഇതിൻ്റെ അർത്ഥം, പ്ലസ് ബി സ്ക്വയർ. കണ്ടല്ലോ, ഈ ഫോർമുലയിൽ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്, പഠിച്ചു വെക്കുക. ഇതെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 21ൻ്റെ 22ൻ്റെ 23ൻ്റെ സ്ക്വയർ എല്ലാം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യുക. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. 64ൻ്റെ സ്ക്വയർ കാണാൻ ഇതേ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക. 64 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 60 പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്നാക്കി എഴുതി വെക്കുക. എന്നിട്ട് ഈ ഫോർമുല 60 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 60 ഇൻറ്റു 4 എന്ന് എഴുതുക. 2ab അല്ലേ, പ്ലസ് ബി സ്ക്വയർ 4ൻ്റെ സ്ക്വയർ കേട്ടോ. 60ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 60 എത്ര വരും? 3600 പ്ലസ് 2 ഇൻറ്റു 60 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 120 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര വരിക? 480. 480 പ്ലസ് 4ൻ്റെ സ്ക്വയർ 16. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. കണ്ടോ, 4096 എന്ന് ഉത്തരം കിട്ടും. അടുത്തത് നോക്കൂ, 35ൻ്റെ സ്ക്വയർ 30 സ്ക്വയർ പ്ലസ് 2ab. എയും ബിയും ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് 35 ആണെങ്കിൽ 30 പ്ലസ് 5 ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 30 എയും 5 ബിയും, ഓക്കെ. എന്നിട്ട് ചെയ്താൽ ആൻസർ കിട്ടും. 47ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 40 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 7 പ്ലസ് 7 സ്ക്വയർ. 40ൻ്റെ സ്ക്വയർ 1600 പ്ലസ് 560 പ്ലസ് 49 2209 ആൻസർ വരും. 53ൻ്റെ സ്ക്വയർ ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് 50 പ്ലസ് 3 ആയിട്ടാണ്. അപ്പോൾ 50 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 50 ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ വരും. 2809 ആൻസർ വരും. പിന്നെ 88 സ്ക്വയർ ആണെങ്കിൽ 80 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 80 ഇൻറ്റു 8 പ്ലസ് 8 സ്ക്വയർ വരും. 7744 ഉത്തരം വരും. വളരെ എളുപ്പമാണ്, ഫോർമുല പഠിച്ചു വെക്കുക. ഇനി ദശാംശ വർഗ്ഗങ്ങളാണ് നമ്മൾ. ഇതെല്ലാം ദശാംശം ആണ്, അതിൻ്റെ വർഗ്ഗങ്ങൾ എങ്ങനെ കാണാം എന്നുള്ളതാണ് കേട്ടോ. സെയിം അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദശാംശം കാണുകയാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ കാണാവുന്നതാണ്. ദശാംശം കാണുമ്പോൾ 37ൻ്റെ സ്ക്വയർ ഇവിടെ കണ്ടിരിക്കുന്നത് കണ്ടോ, 1369 ഉത്തരം വന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളിതിൽ ചെറിയൊരു കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 37ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 37 ഇൻറ്റു 37 ആണല്ലേ. അപ്പോൾ 3.7ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ എങ്ങനെ എഴുതുക? നമ്മൾ 3.7 ഇൻറ്റു 3.7 എന്നല്ലേ എഴുതുക. അപ്പോൾ ഇവിടെ ആകെ എത്ര പോയിന്റ് വരുന്നുണ്ട്, എത്ര സ്ഥാനങ്ങളിൽ പോയിന്റ് വരുന്നുണ്ട്? ഇത് ഇവിടെ 7ൻ്റെ ഒരു സ്ഥാനം, ഇതൊരു സ്ഥാനം, 2 പോയിന്റുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം, നമ്മൾക്ക് മൊത്തത്തിൽ ഉത്തരം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2 സ്ഥാനങ്ങൾ ബാക്കിൽ നിന്ന് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ പോയിന്റ് ഇടുക. അപ്പോൾ ആൻസർ ആവും 13.69. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യേണ്ട രീതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3.7 സ്ക്വയർ നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ 2 ഇപ്പം നമ്മൾ ചെയ്ത ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. 3.7 ഹോൾ സ്ക്വയർ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ
3 പ്ലസ് 0.7 എന്നാക്കുക. 3-നെ A ആയിട്ടും ഇതിനെ B ആയിട്ടും എടുക്കുക. 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 0.7 ഇതിനെ ഒരു ബ്രാക്കറ്റിലേക്ക് ആക്കിക്കോളൂ. പ്ലസ് 0.7ൻ്റെ സ്ക്വയർ, അതായത് 0.7 2 തവണ ചെയ്യണം കേട്ടോ. എന്നിട്ട് 3ൻ്റെ സ്ക്വയർ 9 വരും. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 7 42, 6 7 42. ഇവിടെ ഒരു പ്ലേസിൽ പോയിന്റ് ഉണ്ട് 42, അപ്പം 4.2 ആയിട്ട് എഴുതണം. പ്ലസ് 0.7, 7 7 49 ആണ്. അപ്പോൾ 0.7 എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ 2 പ്രാവശ്യം 0.7 എഴുതണം. അപ്പോൾ 2 സ്ഥാനമുണ്ട് അല്ലേ. നമ്മുടെ ആൻസർ നമ്മൾ ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 13.69 എന്ന് ആൻസർ വരും. വളരെ എളുപ്പമാണ്. ഇതെല്ലാം അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 3.7ൻ്റെ സ്ക്വയർ, 5.8ൻ്റെ സ്ക്വയർ എല്ലാം അതുപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഈ താഴെ തന്നിരിക്കുന്നതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. 2.3 കണ്ടല്ലോ. എങ്ങനെ ചെയ്തിരിക്കുന്നത്? 2നെ വേറെ എഴുതുക, 0.3നെ വേറെ എഴുതുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 5.29 ഉത്തരം വരും. ഇവിടെ 8.7, 8 പ്ലസ് 0.7 എന്നാണ് എഴുതേണ്ടത്. അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ ശരിക്ക് ഇങ്ങനെ വെച്ച് എഴുതുക കേട്ടോ. അപ്പോൾ 75.69 ഉത്തരം വരും. 10.1 സ്ക്വയർ 102.01, 12.5 സ്ക്വയർ ഉത്തരം 156.25, 15.7 സ്ക്വയർ ഉത്തരം 246.49. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത മെത്തേഡുകൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അടുത്തത് ഈ കണക്കുകൾ നോക്കുക എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്നത് 1.5, 2.5, 3.5 എല്ലാം തന്നിട്ടുണ്ട്. 4.5 സ്ക്വയർ കണക്കാക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പ വഴി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ തന്നിരിക്കുന്ന വഴിയിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. 4.5നെ നമ്മൾ 4 പ്ലസ് 0.5 ആക്കി എഴുതുക. അപ്പം 4 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു 0.5 എഴുതുക. പ്ലസ് 0.5ൻ്റെ സ്ക്വയർ ചെയ്യുക. ഇപ്പോൾ 4 സ്ക്വയർ 16 പ്ലസ് 24 8, 8 40. അപ്പോൾ എന്ത് വരും? 40 എന്ന് പറയുമ്പോൾ 4.0, 4 എഴുതിയാൽ മതി. 5 25 ആണ്, 0.25. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുക. 16 4 20 ആണ്. 20.25 നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കണ്ടോ, 20.25 നമ്മുടെ ഉത്തരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ മെത്തേഡുകൾ താഴെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബെറ്റർ നിങ്ങൾ ഈ ഒരു a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല തന്നെ ഇതിന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അടുത്തത് നോക്കൂ, ഈ കണക്കുകൾ നോക്കുക. തന്നിരിക്കുന്ന 1.25 ഹോൾ സ്ക്വയർ, 2.25, 3.25, 4.25 ഇത്തരം സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കാൻ പൊതുവായ എന്തെങ്കിലും മാർഗമുണ്ടോ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 5.25 നമ്മൾ ചെയ്തിട്ടുണ്ട്. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുലയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതായത് 5 പ്ലസ് 0.25 ദി ഹോൾ സ്ക്വയർ ഇട്ടിട്ടാണ് ഈ സംഭവങ്ങൾ മൊത്തം ചെയ്തിരിക്കുന്നത്. 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 0.25 പ്ലസ് 0.25 ഹോൾ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ 2.5, ഇത് ചെയ്യുമ്പോൾ 0.0625 എല്ലാം കൂടി കൂട്ടുമ്പോൾ 27.5625 ഉത്തരം കിട്ടും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.